ഫ്രണ്ട്സ്, ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ നിൽക്കുന്നത് മൗണ്ട് മേരി ചർച്ച്, മുംബൈ. ഇത് ബാന്ദ്രയിലാണ് സ്ഥിതി ചെയ്യുന്നത്. പണ്ടത്തെ ഒരു ചർച്ചാണ്, ഒത്തിരി വിസിറ്റേഴ്സൊക്കെ ഉള്ള ഒരു ചർച്ചാണ്. ഈ സമയത്ത് ഇവിടുത്തെ പ്രാർത്ഥന കഴിഞ്ഞു, അപ്പോൾ തിരക്കൊക്കെ വളരെ കുറവാണ്. അവിടെ നമുക്ക് ജസ്റ്റ് ഒന്ന് ആ ഉള്ളിൽ കയറി ഷൂട്ട് ചെയ്യാനുള്ള പെർമിഷൻ ഇല്ല. ഏതായാലും നമുക്ക് ഒന്ന് ജസ്റ്റ് അതിൻ്റെ പുറത്തൊന്ന് കണ്ടിട്ട് വരാം. കണ്ടോ, ഇവിടെ ഇഷ്ടംപോലെ കടകളൊക്കെ ഉണ്ട് സൈഡിൽ. കണ്ടോ, ഒരു പള്ളിപ്പെരുന്നാളിനുള്ള ആളുകൾ ഉണ്ട്. കണ്ടോ, ഇതിൻ്റെ നമ്മൾ മെഴുകുതിരി അത്യാവശ്യം ഉള്ള വിശ്വാസികൾക്ക് എത്തിക്കാൻ വേണ്ടിയൊക്കെ ഇവിടെ പലതരത്തിലുള്ള രൂപങ്ങളും മെഴുകുതിരിയൊക്കെ വെച്ചിട്ടുണ്ട്. മുംബൈയിൽ വന്നപ്പോൾ ഇത് നമ്മൾ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ മുംബൈയിൽ ഏതാ കാണാൻ ഉള്ള സ്ഥലങ്ങളെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അപ്പോൾ അതിനകത്തൊക്കെ വരുന്നൊരു സ്ഥലമാണ് ഈ മൗണ്ട് മേരി ചർച്ച്. അപ്പോൾ താല്പര്യമുള്ളവർക്കൊക്കെ ഇവിടെ വന്ന് കാണാമെന്ന് നമ്മുടെ ഡ്രൈവർ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മളൊരു ക്യാബ് വിളിച്ചിരുന്നു. ഒരു ദിവസത്തിന് 3000 രൂപയാണ്. 8 മണിക്കൂർ യാത്ര, 80 കിലോമീറ്റർ മാക്സിമം യാത്ര ചെയ്യാം. അപ്പോൾ അതിനകത്ത് നമുക്ക് മുംബൈയിൽ കാണാനുള്ള സ്ഥലങ്ങളൊക്കെ കാണാമെന്ന് പറഞ്ഞു. അപ്പോൾ മറ്റുള്ള സ്ഥലങ്ങളും പോകാനുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ മൗണ്ട് മേരി ചർച്ചിൻ്റെ ഫ്രണ്ടിലാണ് നിൽക്കുന്നത്. ഇതാണ് മൗണ്ട് മേരി ചർച്ച്. നമുക്ക് ഉള്ളിലേക്ക് കയറാം. കണ്ടോ, അതായത് ഇവിടെ പ്രാർത്ഥനകൾ നടക്കുന്നില്ല. കാലത്തെ പ്രാർത്ഥന കഴിഞ്ഞു. അപ്പോൾ നമുക്ക് പുറത്തുനിന്ന് ഷൂട്ട് ചെയ്യാമെന്ന് പറഞ്ഞു. പുറത്തുള്ള കാര്യങ്ങൾ ഷൂട്ട് ചെയ്യാം. അകത്തുനിന്ന് ചർച്ചിൻ്റെ അകംഭാഗം പുറത്തുനിന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് കാണിക്കാം എന്നാണ് പറഞ്ഞത്. അത് കാരണം ഉള്ളിൽ കയറി ഷൂട്ട് ചെയ്യുന്നില്ല. ഇത് ചർച്ചിൻ്റെ പുറത്തുള്ള എന്തെങ്കിലും പ്രോഗ്രാമിനൊക്കെ വേണ്ടി അറേഞ്ച് ചെയ്തിരിക്കുന്നതാണ്. അത്യാവശ്യം ആളുകളൊക്കെ വരുന്ന സ്ഥലമായതുകൊണ്ട് ഇത്രയും കസേരകളൊക്കെ തരുന്നത്. കേട്ടോ, എന്തെങ്കിലും യോഗങ്ങളൊക്കെ സംഘടിപ്പിക്കുമ്പോൾ അതിനൊക്കെ വേണ്ടി ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. ഏതായാലും ഇതിൻ്റെ പേരാണ് ആളുകളുടെ ഒരു വിശ്വാസമാണല്ലോ. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവിടെ ഈ ചർച്ചിന് നല്ല പേരാണ്. അപ്പോൾ പല സ്ഥലങ്ങളിൽ നിന്നൊക്കെ ആളുകളൊക്കെ വന്ന് പ്രാർത്ഥിക്കുന്നതൊക്കെ ഉണ്ട്. നമ്മളിപ്പോൾ ഇതിന് ശേഷം ഈ ചർച്ചിന് ശേഷം ബാന്ദ്രയിൽ വേറെ കുറച്ച് സ്ഥലങ്ങളിൽ കാണാനുണ്ട്. അങ്ങോട്ടാണ് നമ്മൾ പോകുന്നത്. ചേട്ടാ, ഇവിടെ എല്ലാ ദിവസവും हर दिन प्रार्थना है? हर दिन है, 9 दिन है। यानी कि 9 दिन। ये कल से स्टार्ट हुआ। कल से स्टार्ट हुआ। कितने दिन का? ये अभी 16 तारीख तक रहेगा। 16 तारीख है। 16 तारीख नेक्स्ट संडे मेला चालू होएगा। हाँ, ये संडे नहीं, नेक्स्ट संडे आफ्टर नेक्स्ट संडे। हाँ, तो शुरू होगा दिस संडे नहीं, ये संडे को नहीं। हाँ, अगले संडे 8 तारीख को बर्थडे है। हाँ, ओ जीसस का बर्थडे है ना। हाँ हाँ हाँ, तो 8 तारीख से मेला चालू होएगा। हाँ हाँ हाँ। और फिर 16 तारीख को फिर संडे ഫ്രണ്ട്സ്, അരമണിക്കൂറായിട്ട് വിട്ട് വിവിധ ഭാഷകളിലുള്ള പ്രാർത്ഥനയാണെന്ന് പറഞ്ഞു. അപ്പോൾ കാലത്ത് പ്രാർത്ഥനയുണ്ട്. കാലത്ത് 5 बजे से स्टार्ट होगा ना, 5:30 बजे नवीना। हाँ, 5:30. हाँ, 5:30 മുതൽ കാലത്ത് 5:30 മുതൽ 10 മണി വരെ, കാലത്ത് 10 മണി വരെ പ്രാർത്ഥനയുണ്ടെന്നാണ് പറഞ്ഞത്. പിന്നെ വൈകുന്നേരം ഒരു എത്ര മണിക്ക്?
शाम को कितने बजे स्टार्ट होता है? शाम को एक्चुअली 6:30 बजे तक स्टार्ट होगा। 8-9 बजे तक लास्ट है। വൈകുന്നേരം 6:30 മുതൽ 9 മണി വരെ ഇവിടെ പ്രാർത്ഥന ഉണ്ടെന്നാണ് പറഞ്ഞത്. ഏതായാലും നമുക്കിവിടെ കയറി ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. ഞാൻ ഏതായാലും അകത്ത് കയറിയിട്ട് ഒന്ന് വരാമെന്ന് ഓർത്തിരിക്കുന്നു. മൗണ്ട് മേരി ചർച്ചിൽ ബാന്ദ്രയിലുള്ള മൗണ്ട് മേരി ചർച്ചിൻ്റെ അടുത്തുള്ള ഒരു ചെടിയാണ്. ഇത് കണ്ടോ? അപ്പോൾ നമ്മൾ ഇവിടുത്തെ വ്ളോഗ് കഴിഞ്ഞു. ചെറിയൊരു വ്ളോഗായിരുന്നു. ഈ ചെറിയ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. ഓക്കെ, വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണാം.